വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 9-10 വാക്യങ്ങളാണ് ഇന്നലെ നമ്മൾ അല്പമായിട്ട് പഠനത്തിന് വിധേയമാക്കിയത്. ആ വാക്യങ്ങളുടെ ബാലൻസ് ഭാഗവും പിന്നെ 11-ാമത്തെ വാക്യവും ഇന്ന് നമുക്ക് പഠനത്തിന് വിധേയമാക്കാം. ആ 3 വാക്യങ്ങൾ വെളിപ്പാട് 6-ന്റെ 9, 10, 11 വാക്യങ്ങൾ ഒരിക്കൽ കൂടി വായിക്കുന്നു. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യവും ഹേതുവായും അർക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൻ്റെ കീഴിൽ കണ്ടു. 10-ാമത്തെ വാക്യം, വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതിരിക്കും എന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. 11-ാമത്തെ വാക്യം, അപ്പോൾ അവരിൽ ഓരോരുത്തന് വെള്ള നിലയങ്കി കൊടുത്തു. അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹവൃത്യന്മാരും സഹോദരന്മാരും വന്നെത്തു കീവോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണം എന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. ഇതിൽ 9-ാമത്തെ വാക്യത്തിൻ്റെ ഏകദേശ ഭാഗം ഇന്നലെ നമ്മൾ ചിന്തിച്ചു. ഇന്നതിൻ്റെ ബാലൻസ് ഭാഗം, അർക്കപ്പെട്ടവരുടെ ആത്മാക്കളെ യാഗപീഠത്തിൻ്റെ കീഴിൽ കണ്ടു. ഇവർക്ക് സഭയുമായി ബന്ധമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ചിന്തിക്കുന്നത്. അതിനുശേഷം 10-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കാം. യാഗപീഠത്തിൻ്റെ കീഴിൽ കണ്ട ആത്മാക്കൾക്ക് സഭയുമായി ബന്ധമുണ്ടോ? ദൈവസഭയുമായി ഇവർക്ക് ബന്ധമില്ല എന്നാണ് ഭൂരിപക്ഷം വേദപഠിതാക്കളും അഭിപ്രായപ്പെടുന്നത്. അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കുന്നു. എന്തുകൊണ്ട് ദൈവസഭയുമായിട്ട് ഇവർക്ക് ബന്ധമില്ല? പറയുവാനുള്ള കാരണം എന്താണ്? 1, പുതിയ നിയമസഭയ്ക്ക് യാഗപീഠവുമായി ബന്ധം ഇല്ല. 2, പുതിയ നിയമ വിശ്വാസികൾ ശത്രുക്കളെ സ്നേഹിക്കുന്നവരും അവരെ അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരും ആണ്. മത്തായി സുവിശേഷം 5:41, റോമാലേഖനം 12:14-21 വരെയുള്ള വാക്യങ്ങൾ. 3, പുതിയ നിയമ വിശുദ്ധന്മാർ മരിച്ചു കഴിഞ്ഞാൽ യാഗപീഠത്തിൻ്റെ കീഴിലല്ല കാണുന്നത്, മറിച്ച് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കും. അപ്പോസ്തല പ്രവർത്തികൾ 7:56-60 വരെയുള്ള വാക്യങ്ങൾ, ഫിലിപ്പിയ ലേഖനം 1:22-23 വാക്യങ്ങൾ, കൊലോസിയർ 3:3. 4, പുതിയ നിയമ വിശുദ്ധന്മാർ പ്രതികാരത്തിനായി നിലവിളിക്കത്തില്ല, മറിച്ച് ക്ഷമിക്കുന്നവരാണ്. ലൂക്കോസ് 23:34, അപ്പോസ്തല പ്രവർത്തികൾ 7:60. 5, പ്രതികാരത്തിനും ന്യായവിധിക്കുമുള്ള നിലവിളി സങ്കീർത്തനങ്ങളിൽ കാണുന്നു. 35-ാം സങ്കീർത്തനം, 55, 59, 94 ഈ സങ്കീർത്തനങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. വെളിപ്പാട് 6-ന്റെ 9, 10 വാക്യങ്ങൾ കാണുന്നത് യഹൂദന്മാർ ആണ് എന്ന് ന്യായമായിട്ട് കരുതാം. 6, ക്രിസ്തുവിൻ്റെ മണവാട്ടിയാം സഭയിലെ രക്തസാക്ഷികൾ മഹാപീഠത്തിന് മുമ്പേ ഉയർത്ത മേഘത്തിൽ വെളിപ്പെട്ട ക്രിസ്തുവിനോടുകൂടെ എടുക്കപ്പെട്ടു. 1 തെസ്സലോനി 4:16, 17 വാക്യങ്ങൾ. ഇനി 10-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കാം. 10-ാം വാക്യത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ കാണുന്നത് വിശുദ്ധനും സത്യവാനുമായ നാഥൻ. ന്യായവിധിയുടെ അടിസ്ഥാനം ദൈവത്തിൻ്റെ വിശുദ്ധിയും സത്യവും അനുസരിച്ചായിരിക്കും. റോമാലേഖനം 2:2, റോമർ 12:19, എബ്രായ ലേഖനം 10:30. നാഥൻ എന്ന പദം കാണുന്നു. സെപ്റ്റ്വജന്റിൽ ദൈവത്തെ സൂചിപ്പിക്കുന്ന പദമാണ് നാഥൻ. അടുത്തതായി 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഭൂമിയിൽ വസിക്കുന്നവരോട് എന്ന വാക്ക് വെളിപ്പാടിൽ ആവർത്തിച്ച് കാണുന്ന ഒരു ശൈലിയാണ്. ഇത് രക്ഷിക്കപ്പെടാത്ത മനുഷ്യവർഗം എന്നർത്ഥം. വെളിപ്പാട് 3:10, 8:13, 11:10, 13:8, 14 വാക്യങ്ങൾ, 17:8. അടുത്തതായി നമ്മൾ കാണുന്നത് ന്യായവിധിയും പ്രതികാരവും നടത്തണം. സ്വർഗത്തിലുള്ള അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളുടെ നിലവിളി ഭൂമിയിൽ വസിക്കുന്നവരോട് ന്യായവിധിയും പ്രതികാരവും നടത്തണം എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകത്തിലെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 4:10, എബ്രായർ 11:4, 12:24 എന്നീ വാക്യങ്ങളിൽ മരിച്ച ശേഷവും ഹാബേലിൻ്റെ രക്തം നിലവിളിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്തായിരുന്നു ഹാബേലിൻ്റെ രക്തത്തിൻ്റെ നിലവിളി? ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ കാണുന്നത്. ന്യായവിധിയും പ്രതികാരവും നടത്തണം എന്നുള്ളതാണ് ഹാബേലിൻ്റെ രക്തത്തിൻ്റെ നിലവിളി. ആ നിലവിളി മനുഷ്യർക്ക് കേൾപ്പാൻ സാധിക്കത്തില്ല, എങ്കിലും ദൈവത്തിന് കേൾക്കാം. ഹാബേലിൻ്റെ രക്തം മാത്രമല്ല, യേശുവിൻ്റെ രക്തവും സംസാരിക്കുന്നുണ്ട് എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. എബ്രായ ലേഖനം 12:24. യേശുക്രിസ്തുവിൻ്റെ രക്തം ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ രക്തം പ്രതികാരത്തിനും ന്യായവിധിക്കുമായി നിലവിളിക്കത്തില്ല, മറിച്ച് അതിനേക്കാൾ ശ്രേഷ്ഠകരമായി ഗുണകരമായി സംസാരിക്കുന്നു. ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണം എന്നാണ് യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ സംസാരം. ഹാബേൽ തന്നെ കൊന്നവരോട് ക്ഷമിക്കാത്തപ്പോൾ യേശുക്രിസ്തു തന്നെ കൊന്നവരോട് ക്ഷമിക്കുന്നു. തുടർന്ന് നമ്മൾ കാണുന്നത് അപ്പോൾ അവരിലൊരുത്തൻ വെള്ള നിലയങ്കി കൊടുത്തു എന്നുള്ളതാണ്. വെള്ളയൊടുക്കുന്നത് വിജയത്തിൻ്റെ ചിഹ്നമാണ്. വെളിപ്പാട് പുസ്തകം 3:5. ഇത് നീതിയുടെ വസ്ത്രമാണ്. വെളിപ്പാട് പുസ്തകം 4:4, 7:7, 13, 19-ാം അധ്യായം 14-ാമത്തെ വാക്യം. അടുത്തത് നമ്മൾ 11-ാമത്തെ വാക്യത്തിൽ വെളിപ്പാട് 6:11 കാണുന്നത് സഹഭൃത്യന്മാരും സഹോദരന്മാരും എന്നുള്ള പദമാണ്. ഇനിയും രക്തസാക്ഷിയാകുവാനുള്ളവരെക്കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്.
യാഗപീഠത്തിന് കീഴിൽ കണ്ട ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും അല്പകാലം കൂടെ, അതായത് 3.5 കൊല്ലത്തോളം സ്വസ്ഥമായി പാർക്കണമെന്ന് അരുളപ്പാട് ഉണ്ടാകുകയും ചെയ്യുന്നു. കാരണം അതിൻ്റെ ഇടയ്ക്ക് അവരെപ്പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹപ്രവർത്തകന്മാരും വന്ന് തികയേണ്ടതിന് ആവശ്യമായിരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. നാളെ വെളിപ്പാട് പുസ്തകം 6:12 നമുക്ക് പ്രവേശിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു.